നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാണംകെട്ട തോൽവിയാണ് പിണറായി വിജയൻ സർക്കാരിന് കേരളത്തിലെ ജനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയത്. 99 സീറ്റ് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് അഹങ്കരിച്ചിരുന്ന സഖാക്കൾക്ക് ചെകിട്ടത്തടിയാണ് ജനങ്ങൾ നൽകിയത്. സീറ്റുകളുടെ എണ്ണം 35ലേക്ക് കുറഞ്ഞു. CPM-നെ മഷിയിട്ട് നോക്കിയാൽ കേരളത്തിൽ കാണാനില്ല എന്ന അവസ്ഥയിലേക്കായി. ഇന്ത്യയിൽ ആകെയുണ്ടായിരുന്ന സർക്കാരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആകെയുണ്ടായിരുന്ന സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. അതും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിലെ CPM എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നിട്ടും ആ പരാജയപ്പെട്ട മുഖ്യമന്ത്രിയെ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവായി ഉയർത്തി കാണിക്കാനും നേതൃതലത്തിൽ യാതൊരു മാറ്റത്തിനും ഞങ്ങൾ ഒരുക്കമില്ല എന്ന് പ്രഖ്യാപിക്കാനും ഒക്കെ ശ്രമിക്കുകയാണ് പാർട്ടി അതിൻ്റെ പല ഘടകങ്ങളിലും തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ നടത്തുകയാണ്. ഈ ചർച്ചയിലാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനെതിരെ അതിരൂക്ഷമായ വിമർശനം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയിൽ ഉയർന്നു എന്ന വാർത്ത വരുന്നത്. അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ തിരുവനന്തപുരത്തെ സഖാക്കൾ പഞ്ഞിക്കിട്ടു എന്ന് തന്നെ കരുതണം. ആ രീതിയിലുള്ള വാർത്തകളാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി യോഗത്തിൽ നിന്നും ഉയരുന്നത്. തോൽവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ പിണറായി വിജയനല്ല, മറിച്ച് ഈ MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയാണ് എന്നാണ് തിരുവനന്തപുരത്തെ സഖാക്കളുടെ വിലയിരുത്തൽ. അതായത് ഗവൺമെൻറ് സമ്പൂർണ്ണ പരാജയമായിരുന്നു. പക്ഷേ ഗവൺമെൻറ്റിനെ തിരുത്താനോ ചില ഘട്ടങ്ങളിൽ ഗവൺമെൻറ്റിനെ ന്യായീകരിക്കാനോ പാർട്ടി സെക്രട്ടറിക്ക് സാധിച്ചിട്ടില്ല. പാർട്ടി സെക്രട്ടറി പല ഘട്ടങ്ങളിലും പല കാര്യങ്ങൾ, അതായത് ഒരു വിധത്തിലും ഒരു ലോജിക്കുമില്ലാത്ത കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. പാർട്ടിയെ ഈ പൊതുജനങ്ങളുടെ മുന്നിൽ പരിഹാസപാത്രമാക്കി മാറ്റുന്നതിൽ പാർട്ടി ജനറൽ സെക്രട്ടറി MV ഗോവിന്ദന് കാര്യമായ പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ സഖാക്കൾ വിലയിരുത്തിയിരിക്കുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ലെ സഖാക്കൾ കൂട്ടയടി തുടരുകയാണ്. ജില്ലാ സെക്രട്ടറി ആയിരുന്നത് V ജോയി MLA ആണ്. ഈ ജോയി ഇപ്പോൾ വീണ്ടും MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്തണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനുള്ള യോഗങ്ങൾ പുരോഗമിക്കുന്നത്. എന്നാൽ ജില്ലാ സെക്രട്ടറിയായി അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനം തനിക്ക് വേണം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുൻ മന്ത്രിയും നേമത്ത് ഇപ്പോൾ പരാജയപ്പെട്ട LDF സ്ഥാനാർത്ഥിയുമായ V ശിവൻകുട്ടി രംഗത്തുണ്ട്. മാത്രമല്ല, V ശിവൻകുട്ടിക്ക് പുറമെ ഈ V ജോയി ഒരു കാരണവശാലും ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയില്ല, തനിക്ക് MLA സ്ഥാനം ഉണ്ടെങ്കിലും ജില്ലാ സെക്രട്ടറി സ്ഥാനം കൂടി വേണം എന്ന ആവശ്യം ഉന്നയിക്കുകയാണ് V ജോയ്. അതോടൊപ്പം തന്നെ KS സുനിൽകുമാർ തനിക്ക് ജില്ലാ സെക്രട്ടറി സ്ഥാനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തുണ്ട്. അതായത് 3 പേരാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആകാനായി വലിയ ചരടുവലികൾ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടത്തുന്നത്. അതേസമയം തന്നെ ഈ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇവിടെ ജില്ലാ സെക്രട്ടറിയാകാൻ യോഗ്യതയുള്ള ആരുമില്ല എന്ന് പറഞ്ഞത് സഖാക്കളെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കാണാനാണോ എന്ന് മറ്റൊരു സഖാവായ, തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന സഖാവായ രതീന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തിരുവനന്തപുരത്ത് ഇരുത്തം വന്ന പാർട്ടി നേതാക്കന്മാരുണ്ട്, വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പാർട്ടി നേതാക്കന്മാരുണ്ട്. ഈ പാർട്ടി നേതാക്കന്മാരെ കാണാതെയാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുന്നത് എന്ന വിമർശനം MV ഗോവിന്ദൻ നേരിടുകയാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ LDF മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിലെ ഈ സിറ്റിംഗ് MLA-മാരെ വീണ്ടും മത്സരിപ്പിച്ചു. 2 ടേം കഴിഞ്ഞിട്ട് പോലും സിറ്റിംഗ് MLA-മാരെ മാറ്റാതെ പാർട്ടി മുന്നോട്ട് പോയി. അത് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ പിന്നോട്ട് പോക്കിന് കാരണമായി. പലതരത്തിലുള്ള നിരവധി കഴിവുകളുള്ള നേതാക്കന്മാർ പാർട്ടിയിലുണ്ട്, പ്രവർത്തന പാരമ്പര്യമുള്ളവരുണ്ട്. എന്നാൽ നേതൃദാരിദ്ര്യമുള്ളതുപോലെയാണ് സംസ്ഥാന ഘടകം പെരുമാറിയത്. ജനപ്രതിനിധികളെ മാറ്റി പരീക്ഷിക്കാൻ പാർട്ടി തയ്യാറായില്ല. ഇതെല്ലാം തോൽവിയുടെ ആക്കം കൂട്ടിയെന്ന് തിരുവനന്തപുരത്തെ സഖാക്കൾക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ നേതൃത്വം മാറിയേ തീരൂ എന്ന് ഇപ്പോൾ സഖാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നും നാളെയുമായിട്ടാണ് ഇത്തരത്തിൽ ഈ ജില്ലാ നേതൃയോഗങ്ങൾ നടക്കുക. ഏറ്റവും ഒടുവിലായിരിക്കും ജില്ലാ സെക്രട്ടറി അടക്കം തിരഞ്ഞെടുക്കുക എന്നാണ് സൂചന. എന്തായാലും പരാജയം പരിശോധിച്ച് വിലയിരുത്തുക എന്ന പ്രാഥമികമായ കർത്തവ്യമാണ് ഈ യോഗത്തിനുള്ളത്. സംസ്ഥാന സെക്രട്ടറി അടക്കം അതിരൂക്ഷമായ വിമർശനത്തിന് ഇരയാക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. സംസ്ഥാന സെക്രട്ടറിയെ മാത്രമല്ല, മുൻ മേയർ
ആര്യ രാജേന്ദ്രനെയും പഞ്ഞിക്കിടുകയാണ് തിരുവനന്തപുരത്തെ സഖാക്കൾ. കാരണം ആര്യ രാജേന്ദ്രൻ ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ മേയറായിരുന്നപ്പോൾ കാട്ടിക്കൂട്ടിയ വിഡ്ഢിത്തരങ്ങൾ പാർട്ടിക്ക് വല്ലാതെ ദോഷം ചെയ്തു. ആ ദോഷങ്ങളാണ് അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളാണ് BJPയിലേക്ക് ഈ ഭരണത്തെ കൊണ്ടുചെന്നെത്തിച്ചത് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രൻ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ എന്ന് മാത്രമല്ല കേരളത്തിലെമ്പാടും വെറുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്ന ഒരു ഇമേജ് സ്വയം സമ്പാദിച്ചിരിക്കുകയാണ്. KSRTC ഡ്രൈവർക്ക് നേരെയുള്ള കടന്നുകയറ്റം ഉൾപ്പെടെയുള്ളവ ജനങ്ങൾക്ക് അത്ര രസിച്ചിട്ടില്ല. അത് കാരണമാണ് തിരുവനന്തപുരം നഗരസഭ പാർട്ടിക്ക് കൈവിട്ടു പോയത്. എന്നിട്ടും ആര്യ രാജേന്ദ്രനെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുപ്പിച്ചത് തൻ്റെ തോൽവിക്ക് കാരണമായി എന്ന് വിലയിരുത്തുകയാണ് മുൻ മന്ത്രി വി ശിവൻകുട്ടി. നേമത്ത് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനോടാണ് കനത്ത തോൽവി ഈ വി ശിവൻകുട്ടി ഏറ്റുവാങ്ങിയത്. സംസ്ഥാനത്ത് നിരവധി മന്ത്രിമാർ തോറ്റിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തെ തോൽവി അംഗീകരിക്കാൻ ഇതുവരെയും CPIMന് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാരണം ആര്യ രാജേന്ദ്രനാണ് എന്ന് വിലയിരുത്തുകയാണ് വി ശിവൻകുട്ടി. തൻ്റെ ഒപ്പം ഈ ആര്യ രാജേന്ദ്രനെ അങ്ങ് പ്രചരണ പരിപാടികളിൽ CPM പങ്കെടുപ്പിച്ചിരുന്നില്ല. ഇതൊക്കെ വാർത്തയായപ്പോൾ പേരിന് 1-2 പരിപാടികളിൽ പങ്കെടുക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. അതിലൊന്ന് വി ശിവൻകുട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു. അവിടെ ഏതോ ഒരു ബൂത്തിലാണ് ആര്യ രാജേന്ദ്രനെ പ്രചരണത്തിനായി കൊണ്ടിറക്കിയത്. ആര്യ രാജേന്ദ്രനെ പ്രചരണ വാഹനത്തിൽ കയറ്റിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും മറ്റു വോട്ടർമാരുമെല്ലാം എതിർത്തതാണ്. പക്ഷേ താൻ ആ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രനെ പ്രചരണത്തിൽ പങ്കെടുപ്പിച്ചു. അത് വലിയ അബദ്ധമായി മാറിയെന്ന് ഇപ്പോൾ വി ശിവൻകുട്ടി വിലയിരുത്തുകയാണ്. വെറുതെ പറയുകയില്ല, കണക്കുകൾ സഹിതമാണ് അദ്ദേഹം പറയുന്നത്. CPIMൻ്റെ ഒരു ശക്തി കേന്ദ്രമായ ബൂത്തിലാണ് ആര്യ രാജേന്ദ്രനെ പ്രചരണത്തിനായി കൊണ്ടുചെന്നിറക്കിയത്. എന്നാൽ ആ ബൂത്തിൽ 1400ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം CPIM പ്രതീക്ഷിച്ചിരുന്നു. അത്രമാത്രം ശക്തി കേന്ദ്രമായ ബൂത്തിലായിരുന്നു ആര്യ രാജേന്ദ്രന് പ്രചരണ ചുമതല ലഭിച്ചത്. എന്നാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞതോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആ ബൂത്തിൽ ആകെ പാർട്ടിക്ക് കിട്ടിയ ലീഡ് എന്ന് പറയുന്നത് 5 വോട്ടുകളായിരുന്നു. ഇത് ആര്യ രാജേന്ദ്രൻ എഫക്റ്റാണ് എന്നാണ് വി ശിവൻകുട്ടി വിലയിരുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ ശരിയല്ല എന്ന് പറയാൻ നമുക്കാർക്കും കഴിയുകയുമില്ല. കാരണം പാർട്ടി അങ്ങനെ ആര്യ രാജേന്ദ്രനെ ഒരിടത്തും പ്രചരണത്തിനായി കൊണ്ടുപോയില്ല. ഇത് വാർത്തയായപ്പോഴാണ് നേമത്ത് തങ്ങളുടെ ശക്തി കേന്ദ്രമായ ഒരു ബൂത്തിൽ ഇറക്കാൻ വേണ്ടി സഖാക്കൾ തീരുമാനിച്ചത്. പക്ഷേ ആ ബൂത്തിൽ പോലും ആര്യ ഉണ്ടാക്കിയ ഡാമേജ് എത്ര എന്ന് എണ്ണിപ്പറയുകയാണ്, കണക്കുകൾ സഹിതം ഉദ്ധരിച്ചുകൊണ്ട് എണ്ണിപ്പറയുകയാണ് വി ശിവൻകുട്ടി ഈ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചെയ്തിരിക്കുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി എന്നാണ് ഇപ്പോൾ വി ശിവൻകുട്ടി വിലയിരുത്തുന്നത്. മാത്രമല്ല വലിയ രീതിയിലുള്ള തർക്കങ്ങൾ, അടിപിടി അതെല്ലാം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നടക്കുന്നുണ്ട്.